السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ സുന്നി സംയുക്ത ജമാഅത്ത് ബെൽത്തങ്കടി ഇതിൻ്റെ പ്രസിഡന്റും ഈ വേദിയുടെ അധ്യക്ഷരുമായ സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി മദനി തങ്ങൾ ഉസ്താദ്, കർണാടക സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാന കാര്യദർശിയും നമ്മുടെ ആത്മീയ നേതൃത്വവുമായ ഷെയ്ഖുന കേസീറോഡ് ഉസ്താദ്, വേദിയിലുള്ള പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, ഉലമാക്കൾ, വിവിധ മഹല്ലത്തുകളിൽ നിന്ന് എത്തിപ്പെട്ടിട്ടുള്ള മഹല്ല പ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് ബെൽത്തങ്കടി താലൂക്കിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളെ കൊണ്ട് എഴുതി വെക്കാവുന്ന വലിയ ഒരു പരിപാടിക്ക് നാം ഏവരും സാക്ഷിയാവുകയാണ്. മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവരുകളെ 79 മഹല്ലത്തുകളുടെ ഖാദിയായി ബയ്യത്ത് ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ സംരംഭമാണിത്. മാത്രമല്ല, ദീർഘമായ 10 വർഷത്തിലധികം നമ്മുടെ മഹല്ലത്തുലകളിലേക്ക് ഖാദിയായി ആത്മീയമായ നേതൃത്വം നൽകിയ ഷെയ്ഖുന ഖുറത്തുസ് സാദാത്ത് തങ്ങൾ ഉസ്താദ് അവരുകളുടെ അനുസ്മരണയും കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ആവരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഈ സമൂഹത്തെ അനാഥരാക്കിയിട്ടാണ് മഹാനായ ഖുറത്തുസ് സാദാത്ത് അവരുകളുടെ വഫാത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ബെൽത്തങ്കടി എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പരിശുദ്ധമായ അഖീദയിൽ എല്ലാ മഹല്ലുകളും ഉറച്ചു നിൽക്കുന്ന ഒരു താലൂക്കാണ്. മഹാനായ ഷെയ്ഖുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളാണ് ദീർഘമായ വർഷക്കാലം നമുക്ക് ആത്മീയമായ നേതൃത്വം നൽകിയത്. മഹാനവരുകൾ ഖാദിയായും ഗൗരവാധ്യക്ഷരായും നമ്മുടെ സർവകാര്യങ്ങളിലും കാർമ്മികത്വം വഹിച്ചുകൊണ്ട് നമ്മെ നല്ല ഒരു ഇസ്ലാമി ചൈതന്യത്തിലേക്ക് ഷെയ്ഖുന താജുൽ ഉലമ അവരുകളാണ് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത്. നമ്മുടെ താലൂക്കിലുള്ള ഏകദേശ മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളുമെല്ലാം മഹാനായ താജുൽ ഉലമ അവരുകളുടെ കരങ്ങളെ കൊണ്ടാണ് സ്ഥാപിതമാവുകയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. മുസ്ലിം ഉമ്മത്തിന് തുല്യതയില്ലാത്തൊരു നേതൃത്വമായി താജുൽ ഉലമ അവരുകൾ നിലകൊള്ളുകയും അവിടുത്തെ വഫാത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിന് ഒരു നേതൃത്വം കാണിച്ചു തന്നുകൊണ്ടായിരുന്നു മഹാനായ താജുൽ ഉലമ അവരുകളുടെ വഫാത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പരിശുദ്ധമായ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ, അത് ഖിയാമത്ത് ദിവസം വരെ ഒരു കോട്ടം വരാതെ രൂപത്തിൽ നിലനിൽക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ അനിവാര്യതയാണ്. ഇവിടെ പരിശുദ്ധമായ ദീൻ നിലകൊള്ളുന്നത് പണ്ഡിതന്മാരിലും സാദാത്യങ്ങളിലുമാണ്.
ആ പണ്ഡിതന്മാരും സാദാതീങ്ങളും പരിശുദ്ധമായ ദീന് പ്രചരിക്കുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണ നൽകുന്നത് നമ്മുടെ ഉമറ നേതൃത്വങ്ങളാണ്. അല്ലാഹു തആല കൂട്ടായ്മയ്ക്കൊക്കെ ശക്തി പകരുമാറാവട്ടെ. അങ്ങനെ മഹാനായ താജുൽ ഉലമ അവറുകൾ അവസാന കാലഘട്ടങ്ങളിൽ ഈ ഉമ്മത്ത് ഒരു കാലത്തും പതറിപ്പോകാൻ പാടില്ല, ഒരു വിഷയങ്ങളിലും തളർച്ച വരാൻ പാടില്ല, ഒരു നേതൃത്വം വേണമെന്ന് കണ്ടുകൊണ്ട് തന്നെ ആ നേതൃത്വത്തിന്റെ എല്ലാവിധ അർഹതകളും മുമ്പിൽ കണ്ട രൂപത്തിൽ തന്നെ മഹാനായ താജുൽ ഉലമ അവറുകളാണ് അവിടുത്തെ പ്രിയപ്പെട്ട മകനായ ശൈഖുന ഖുറത്തുസ് സാദാത്ത് ഫസൽ കോയമ്മ തങ്ങളവറുകളെ ഈ സമൂഹത്തിന് കേൾപ്പിച്ചു പോയിട്ടുള്ളത്. താജുൽ ഉലമ വഫാത്തായ ഉടനെ ആ പദവിയിലേക്ക്, ഖാദി പദവിയിലേക്ക് ഖുറത്തുസ് സാദാത്ത് അവറുകൾ കയറി ചെല്ലുകയും ഈ ഉമ്മത്തിന് വലിയ ധൈര്യം പകർന്നുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ അഖീദയിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിൽ മഹല്ലത്തുകളെ നിലനിർത്തുന്നതിൽ വലിയൊരു നേതൃത്വം മഹാനായ ഖുറത്തുസ് സാദാത്ത് നമുക്ക് നൽകിയിരുന്നു. പക്ഷെ നാം ആരും കരുതിയില്ല ഇത്രയും പെട്ടെന്ന് ഈ നിലക്കുള്ള ഒരു അനാഥത്വത്തിലേക്ക് ഈ സമൂഹക്കാരായ ഞങ്ങൾ എത്തിപ്പെടുമെന്ന്. പക്ഷേ ലോകത്തൊക്കെ നടക്കുന്നത് റബ്ബിന്റെ തീരുമാനങ്ങളാണ്. അള്ളാഹു തീരുമാനിച്ചതിനേക്കാൾ അപ്പുറം ഇവിടെ ഒരാളെ കൊണ്ടും ഒരു ശക്തിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം റബ്ബിന്റെ തീരുമാനമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി മഹാനായ ഖുറത്തുസ് സാദാത്ത് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഖുറത്തുസ് സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ മഹത്വങ്ങളും അവിടുത്തെ സ്ഥാനമാനങ്ങളൊന്നും വിശദീകരിക്കാൻ ഞാൻ അർഹനല്ല. എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ വിജയം അത് സാദാത്തീങ്ങളെ പരിപൂർണമായി മഹബത്ത് വെക്കുന്നതിലും പണ്ഡിതന്മാരെ അനുഗമിക്കുന്നതിലും മാത്രമാണെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ട്, വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയെല്ലാം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ദീൻ നമ്മളെ കരങ്ങളിലേക്ക് എത്തിച്ചെന്നതിന്റെ പേരിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിങ്ങളായ നമ്മിൽ നിന്ന് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ, എന്റെ ഈ ദഅവത്തിന്റെ പേരിൽ, പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം തന്നതിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിനെ സ്വർഗ്ഗലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ആ വഴികളെ കാണിച്ചു തന്നതിന്റെ പേരിൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഞാൻ ഒരു പ്രതിഫലവും ഒരു ശമ്പളവും ഒരു കൂലിയും അതിലൂടെ ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നബിയെ തങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കണം, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ അനന്തരാവകാശികളായ കുടുംബക്കാർ അവരെ നിങ്ങൾ മഹബത്ത് വെക്കണേ എന്നുള്ള ഒരു വിഷയമല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്ന മുഅ്മിനിക്ക് ആ കുടുംബ പാരമ്പര്യത്തെ ആദരിക്കാതെ ബഹുമാനിക്കാതെ ഒരിക്കലും പരിപൂർണമായ മുസ്ലിമാകാൻ സാധ്യമല്ല. ആ ഹബീബായ തങ്ങള് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്, ഒരു ഹദീസുണ്ട്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ ഇദാ തറക്തു ഫീകും അംറൈൻ. ഇദാ ലോകത്തിൽ നിന്ന് ഞാൻ ഇവിടെ പറഞ്ഞു പോകുമ്പോ രണ്ട് കാര്യങ്ങളെ നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ഓ എന്റെ സ്വഹാബത്തുൽ കിറാമീൻ, ആ സ്വഹാബത്തിനെ നോക്കി പഠിക്കുന്ന താബിയുകളെ, അതിന് ശേഷം വരുന്ന മുസ്ലിം ലോകമേ, തറക്തു ഫീകും അംറൈൻ, നിങ്ങളിലേക്ക് രണ്ട് സംഗതികൾ ഇതാ ഞാൻ വിട്ടുപോവുകയാണ്. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? അത് നിങ്ങൾ സ്വീകരിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണ്? ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങളെ വേണ്ടതുപോലെ നിങ്ങൾ സ്വീകരിച്ച് അതുകൊണ്ട് പരിപൂർണമായി വിശ്വസിച്ച് ആ പറയുന്ന നിർദ്ദേശനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ജീവിച്ചു പോയാൽ നിങ്ങളെ പഴപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ഇബ്ലീസിനും കഴിയില്ല, ഒരു സംഘടനയ്ക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ ഒരു കാലത്തും ഒരു സ്ഥലത്തിലും ഒരു വിഷയത്തിലും
തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സംഗതികളെ ഞാൻ വിട്ടുകൊണ്ടാണ് ആഖിറത്തിലേക്ക് യാത്രയാകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? ഏതാണ്? കിതാബുല്ലാഹ്, പരിശുദ്ധമായ റബ്ബിന്റെ കിതാബായ ഖുർആനാണ്. ആ ഖുർആനിനെ ശരിക്കും നിങ്ങൾ മുറുകെ പിടിക്കണം. എന്താണ് ഖുർആനെ മുറുകെ പിടിക്കൽ? ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും, ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുകയും ഈമാനിക വിഷയത്തിൽ, വിശ്വാസ വിഷയങ്ങളിൽ ആ യഥാർത്ഥ വഴി സ്വീകരിക്കുകയും ചെയ്യണം. അത് ഖുർആനോട് കാണിക്കേണ്ട മര്യാദ പോലെ, ഖുർആന് പഠിപ്പിച്ചെന്ന ആശയങ്ങളെ പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരായാൽ നിങ്ങളെ തകർക്കാൻ ഒരു ഭരണശക്തിക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല. ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദിനെ അനുസ്മരിക്കുകയാണ്. ആ ഖുറത്തു സാദാത്ത് തങ്ങളുടെ വിജയങ്ങളിൽ നമുക്ക് എടുത്തു കാണാവുന്ന ഒരു വിഷയമാണ് പരിശുദ്ധമായ ഖുർആനിനോടുള്ള അഭേദ്യമായ ബന്ധം. അതുകൊണ്ടാണ് ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ പരിശുദ്ധമായ ഖുർആനിനെ ഖുറത്തു സാദാത്ത് മുറുകെ പിടിച്ചതുകൊണ്ട് ഒരാളെ മുന്നിലും തല താഴ്ത്തേണ്ടി വന്നിട്ടില്ല, ഒരു വിഷയങ്ങളിലും മാറ്റങ്ങൾ പറയേണ്ടി വന്നിട്ടില്ല, ഒരു വിഷയത്തിലും തളർച്ച നേരിടേണ്ടി വന്നിട്ടില്ല. ആ പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിച്ച സ്വഭാവക്കാരനായിരുന്നു മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദ് അവരുകൾ. നിലക്കുള്ള അംഗീകാരമാണ്? ഏത് സമയത്തും വിശുദ്ധമായ ഖുർആൻ പാരായണമാണ്. വിശുദ്ധ റമദാനുകളിൽ അവിടുന്ന് ഓതിയ ഖത്മുകളുടെ അദദുകൾ, എണ്ണങ്ങള് അവിടത്തെ വാക്കുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധമായ റമദാനിൽ മാത്രമാണ് ഈ ബന്ധമുണ്ടായത്, ഒരിക്കലുമല്ല. ഏത് യാത്ര ചെയ്യുമ്പോഴും ആ കാറിൽ കയറിയിരുന്ന ഉടനെ മറ്റുള്ള സംസാരങ്ങളിൽ നിന്ന് മുഴുവൻ മാറി നിന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതുന്ന ഒരു മഹാനായിരുന്നു മഹാനായ ഖുറത്തു സാദാത്ത് എന്ന് പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. എന്തിനാണ് വഫാത്തായി പോയ ഖുറത്തു സാദാത്ത് തങ്ങൾ ഈ മഹത്വം ഞാൻ പറഞ്ഞു എന്നറിയോ? ഇത് വെറുതെ പറയല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനാണ്. നമുക്ക് ആ ഖുറത്തു സാദാത്ത് തങ്ങളുടെ ജീവിത ചരിത്രം പഠിച്ചുകൊണ്ട് ആ ജീവിത ചരിത്ര നല്ല വിഷയങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാനാണ്. ഉദ്കുറൂ മഹാസിന മൗതാക്കും, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഫാത്തായി പോയ നല്ലവരെ, നല്ല വിശേഷതകൾ നിങ്ങൾ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അത് സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് വഴികാട്ടിയാവുകയാണ്. ആ ഖുറത്തു സാദാത്തിന്റെ വിജയങ്ങളിൽ ആ പരിശുദ്ധമായ ഖുർആനിനുള്ള അഭേദ്യമായ ബന്ധം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമത്തെ കാര്യം ഏതാണ്? ഒന്ന്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ഖുർആനെ വേണ്ടതുപോലെ മുറുകെ പിടിക്കണം. എന്താണ് ഖുർആനെ മുറുകെ പിടിക്കല്? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പരിശുദ്ധമായ യഥാർത്ഥ അഖീദ അത് വേണ്ടതുപോലെ നിലനിർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ ഖൽബിൽ ആ വിശ്വാസം ഉറച്ചു നിൽക്കണം. അതുപോലെ മഹല്ലത്തുൽ നേതാക്കള് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ആ മഹല്ലത്തിനെ അതേ അഖീദയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങളും ചെയ്യണം. രണ്ടാമത്തെ സംഗതി എന്താണ്? ഈ ഉമ്മത്ത് പഴക്കാതിരിക്കാൻ, ഈ ഉമ്മത്തിനിക്ക് പരാജയം വരാതിരിക്കാൻ, ഈ ഉമ്മത്തിന് ഒരു തളർച്ചയും വരാതിരിക്കാൻ നമ്മളിലേക്ക് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുള്ള രണ്ടാമത്തെ സംഗതി എന്താണ്? വഇത്റതി എന്നാണ്. എന്റെ കുടുംബ പാരമ്പര്യം, എന്റെ കുടുംബങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. നിങ്ങൾ എല്ലാ സമയങ്ങളിലും വിജയിച്ചു പോകും, നിങ്ങൾക്ക് പരാജയപ്പെടാൻ സാധ്യമല്ല. എന്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്, അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്. എന്റെ കുടുംബം എന്ന് പറയുന്നത്, സയ്യിദുമാരെന്ന് പറയുന്നത്, തങ്ങന്മാരെന്ന് പറയുന്നത് അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത് വെള്ളപ്പൊക്കം വന്നപ്പോ ആ വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടുത്തെ ജനത നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കപ്പലിൽ കയറിയിട്ടുണ്ട്. ആ കപ്പലിൽ കയറിയപ്പോഴാണ് അവർക്ക് വേണ്ടതുപോലത്തെ രക്ഷ കിട്ടിയതെങ്കിൽ, ഓ എന്റെ മുഅ്മിനുകളെ, ഒരു ഭാഗത്ത് ആശയത്തെ തകർക്കുന്ന ബിദഈ പ്രസ്ഥാനക്കാർ, അതുപോലെ മറുഭാഗത്ത് ഇസ്ലാം നശിപ്പിക്കാവുന്ന ശത്രു വിഭാഗങ്ങൾ, ഇതെല്ലാം വെള്ളപ്പൊക്കം പോലെ നമ്മുടെ മുന്നിലേക്ക് കയറി
ചെല്ലുമ്പോ നമ്മൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന ഒരു കപ്പലാണ് സാദാത്യങ്ങളെ കപ്പൽ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരെ പിന്നിൽ ഉറച്ചു നിൽക്കുമ്പോ അവർ പറയുന്ന ദീനിയായ വിഷയങ്ങളിൽ വളരെ വിശ്വാസത്തോടെ നിലകൊള്ളുന്ന പക്ഷം നമുക്ക് എല്ലാ മേഖലയിലും വിജയങ്ങളാണ്. അതുകൊണ്ട് ഈ സമൂഹം ഭയക്കാതിരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ അനുസ്മരണ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഖുർറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദുമായിട്ട് നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ മഹല്ലത്തുകളുടെ ആദരണീയരായ ഖാദി എന്നതിന് പുറമെ ഈ ഉമ്മത്തിന് ഈ വെളിച്ചത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് ഉയർത്തിത്തന്ന മഹാനായ താജുൽ ഉലമയുടെ മകൻ എന്ന രൂപത്തിലും ഒരു പ്രത്യേകമായ മഹബത്ത് ഖുർറത്തു സാദാത്തിനോടുണ്ട്. മാത്രമല്ല അവിടുത്തെ പദവികളും അവിടുത്തെ ദറജകളും അവിടുത്തെ സ്ഥാനങ്ങളും അവിടുത്തെ വഫാത്തിന്റെ കാലത്തിലാണ്, വഫാത്തിന് ശേഷമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ സുബ്ഹാനല്ലാഹ് അവിടത്തെ കുറിച്ചുള്ള മഹത്വങ്ങൾ ഞാനൊന്നും പറയേണ്ടതില്ല, ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളോ സാദാത്യങ്ങളോ പറയേണ്ടതില്ല. അവിടുത്തെ വഫാത്ത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കയറി ചെല്ലുന്ന ഓരോ നാടുകളിലും നൂറുകണക്കിനുള്ള അനുഭവങ്ങൾ പറയാൻ മുസ്ലിം ലോകത്തിലുണ്ട്. അത് ഒരാളുടെയും അഡ്രസ്സിന്റെ ആവശ്യമില്ല. ഒരാളുടെ കറാമത്ത് പറഞ്ഞാൽ അതിന്റെ അഡ്രസ്സുമായി തേടി നടക്കേണ്ട അനിവാര്യത ഖുർറത്തു സാദാത്തിന്റെ ജീവിതത്തിന് ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മഹല്ലത്തിലെ ഓരോ ഗ്രാമങ്ങളിലേക്ക് കയറി ചെന്ന് നോക്കൂ നിങ്ങൾ. പാവപ്പെട്ട വീടുകളിലുള്ള ഉമ്മമാരും പാവപ്പെട്ട ജനങ്ങളും നൂറുകണക്കിന് അനുഭവങ്ങൾ പറയാറുണ്ട്. അതൊക്കെ അനുഭവിച്ചവരാണ് ഈ ഉമ്മത്ത്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് ഉണ്ടാക്കി ഒരു കറാമത്തുകളും പറയേണ്ടതില്ല. ഈ ഉമ്മത്തിന് അത്തരത്തിലുള്ള ഒന്നും പറഞ്ഞ് പ്രേരിപ്പിക്കേണ്ടതില്ല. സത്യമായ വളരെ നിദർശനമായ പല അത്ഭുതങ്ങളും പലരും കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നേതൃത്വം കാണിച്ചു തന്ന ഒറ്റ ഒരു വഴിയിൽ നാം ഏവരും ഉറച്ചു നിൽക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഏത് സ്വലാത്തിന്റെ മജ്ലിസിലും ഏത് ദിക്റിന്റെ മജ്ലിസിലും ഏത് വഅലിന്റെ മജ്ലിസിലും ഏത് ഉറൂസിന്റെ സദസ്സിലും മഹാനവരുടെ കയറി ചെന്നാൽ പറയുന്ന ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉപദേശം നിങ്ങൾ സുന്നിയായിരിക്കണം എന്നതാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആ അഖീദയിൽ നിന്ന് അല്പം പോലും നിങ്ങൾ മാറിപ്പോകരുതേ എന്നുള്ള ഉപദേശം ഖുർറത്തു സാദാത്ത് നൽകിയിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല, അവിടുന്ന് ഖുർറത്തു സാദാത്ത് കണ്ട് കേട്ടനുഭവിച്ചതാണ് താജുൽ ഉലമയുടെ നാക്കുകളിൽ നിന്ന്. താജുൽ ഉലമ അവിടുത്തെ മശായിഖുമാരിൽ നിന്ന് കേട്ടതാണ്. ആ പാരമ്പര്യമുള്ള അഖീദ നമ്മളിലേക്ക് കൈമാറി തന്നതാണ് മഹാനായ ഖുർറത്തു സാദാത്ത്. മഹാനവർ വഫാത്തായി പോയാലും ഓ മഹല്ല നിവാസികളെ, ഓ മഹല്ലത്തിലെ പ്രതിനിധികളെ, നമ്മുടെ മഹല്ലത്തിലേക്ക് താജുൽ ഉലമയുടെ നോട്ടമുണ്ട്. ആ താജുൽ ഉലമയെ 2000 മുതൽ 2000 ഇസവിയിൽ നമ്മൾ ഖാദിയായി ബൈഅത്ത് ചെയ്ത മഹല്ലുകൾ ഇവിടെയുണ്ട്. അതിനുശേഷം ഖുർറത്തു സാദാത്തിലെ ബൈഅത്ത് ചെയ്ത മഹല്ലുകളാണ്. അൽഹംദുലില്ലാ നമ്മുടെ നാടുകളിലേക്ക് ഒരു നോട്ടമുണ്ട്, അവരുടെ ആത്മീയമായ ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സുന്നികളാണ് നാം. ഇൻഷാ അല്ലാഹ് ആ തണൽ നമ്മുടെ ഖിയാമത്ത് ദിവസം വരെ നിലനിൽക്കും. ആ അഖീദയിൽ ഉറച്ചു നിൽക്കണേ നിങ്ങൾ ഒരു സമയത്തും വലാ തർക്കുനു ലല്ലദീന ളലമു ഫതമസ്സകുമുന്നാർ. പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെ പുറത്തുള്ള ഒന്നിനോടും ഓ ഉമറാക്കളെ നിങ്ങൾക്ക് മഹബത്ത് ഉണ്ടാകരുത്. ഓ ഉമറാക്കളെ അതിന് സപ്പോർട്ട് ചെയ്യരുത്. ഫതമസ്സകുമുന്നാർ നിങ്ങളുടെ ആ നിലക്കുള്ള പോക്കാണെങ്കിൽ അത് നരകം സ്പർശിക്കാനുള്ള വഴിയാണെന്ന് ഖുർറത്തു സാദാത്തിന്റെ പ്രഖ്യാപനമല്ല, വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇതൊക്കെ ഉലമാഉം ഉമറാവും ചിന്തിച്ചുകൊണ്ട് ഇനി വരുന്ന തലമുറകൾക്ക് യഥാർത്ഥമായി ഇസ്ലാമിന്റെ വഴികൾ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ വേണമല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്കൊരു ക്യാപ്റ്റൻ വേണം, ഒരു അമീർ വേണം, ഒരു ഹാക്കിം വേണം, ഒരു നേതൃത്വം വേണം. ആ പദവിയിലേക്കാണ് ഞാനും നിങ്ങളൊക്കെ കാത്തു നിൽക്കുന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരുകള് നമ്മുടെ മഹല്ലത്തിലെ ദീനിയായ വിഷയങ്ങളുടെ നേതൃത്വം ഏതാനും നിമിഷങ്ങളിലായി ഈ വേദിയിൽ ഏറ്റെടുക്കുകയാണ്. നമ്മൾ എന്തൊരു ഭാഗ്യമുള്ളവരാണ്. ബെൽത്തങ്കഴി താലൂക്കിലെ നിവാസികളെ, നമുക്ക് താജുൽ ഉലമയുടെ നേതൃത്വം ലഭിച്ചിട്ടുണ്ട്, ഖുർറത്തു സാദാത്തിന് നേതൃത്വം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന നേതൃത്വം മഹാനായ സുൽത്താൻ ഉസ്താദാണ്. ഉസ്താദിനെ കുറിച്ച് പറയാൻ
പറയാൻ വാക്കുകളുണ്ടോ? എഴുതാൻ അതിന് പേനകളുണ്ടോ? അതിന് പേജുകളുണ്ടോ? ഇല്ല, പറയാനില്ല. ഇന്ന് ലോകത്ത് നമുക്ക് കാണാവുന്ന നിറഞ്ഞ ഒരു നേതൃത്വം, എല്ലാ വിഷയങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതൃത്വം മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളാണ്. ഈ പ്രായമുള്ള സമയത്ത് പോലും നമ്മുടെ നാട്ടിന്റെ നേതാവായി വരുന്നത്, ഒരു ഖാദിയായി വരുന്നത്. അവിടുത്തെ ആരോഗ്യം നമുക്കറിയാം. പക്ഷേ നമുക്കൊരു പ്രതീക്ഷയാണ്, ആ സുൽത്താനുൽ ഉസ്താദിന്റെ ദുആ നമ്മുടെ നാട്ടുകാർക്ക് ലഭിക്കണം. അവിടുത്തെ ഒരു അനുയായിയായി ആധികാരികമായി ഞങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ നാട്ടിന്റെ ഐക്യമെന്ന് ചിന്തിച്ചുകൊണ്ട് 79 മഹല്ലത്തുകാർ അതിന് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവന്മാരാണ്. നമ്മൾക്ക് ഖാദിയായി കിട്ടുകയാണ്. അതൊരു ചെറിയ പദവിയല്ല, ഇസ്ലാമിന്റെ മേഖലയിൽ വളരെ ഉന്നതമായി നിൽക്കുന്ന ഒരു പദവിയാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കാര്യങ്ങൾ നമുക്ക് കൽപ്പിച്ചു തരാനുള്ള ഒരു ജഡ്ജാണ്. മാത്രമല്ല, ഒരു മുഫ്തി എന്ന പദവിനേക്കാൾ ഉയർന്ന പദവിയാണ് ഖാദി. മുഫ്തി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിലുള്ള ഫത്വ കൊടുക്കുന്ന പണിയേ ഉള്ളൂ. നേരെ മറിച്ച് ഖാദിയും കൂടിയായാൽ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയും അതിനെ പ്രാക്ടിക്കലായി നാടുകളിൽ നടപ്പാക്കി കൊടുക്കേണ്ട വലിയൊരു ജവാബ്ദാരിയുള്ള പട്ടത്തിലേക്കാണ് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ നാം ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട്? മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ ലക്ഷക്കണക്കിലല്ല കോടിക്കണക്കിലുള്ള ജനങ്ങളുടെ മുന്നിൽ ഒരു വിരൽത്തുണ്ടിങ്ങനെ കാണിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന കോടികളാണ് ഈ സമൂഹത്തിലുള്ളതെങ്കിൽ പരിശുദ്ധമായ ദീന്റെ അഖീദ അത് വളരെ ശക്തമായി പറയാൻ, അതിനെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യത്തോടെ ആ ധൈര്യത്തോടെ നമ്മുടെ മുന്നിൽ ഹൈബത്തിലും അതുപോലെ അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ആ സൽത്വനത്തെ നമുക്ക് കാണാൻ കഴിയും. ആ നിലക്കുള്ള ഒരു പവർ കാണാൻ കഴിയും. ആ ഉസ്താദ് കിട്ടിയതിൽ നാം ഒക്കെ സന്തോഷിക്കുകയാണ്. റബ്ബേ, ആ നേതൃത്വത്തെ ദീർഘകാലം നമുക്ക് നീ നിലനിർത്തി തരണം റഹ്മാനേ. ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത സേവനങ്ങൾ, ഒരു ഭരണകൂടത്തിന് പോലും ആലോചിക്കാൻ കഴിയാത്ത സേവനങ്ങൾ ഇവിടെ ചെയ്ത ഒരേ ഒരു നേതാവാണ് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ. എത്ര കാര്യങ്ങളാ പറയാനുള്ളത്, അതൊന്നും ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെ ലോകത്തുള്ള സർവരും ഈ ഒരു മടക്ക ജീവിതം കണ്ടിരുന്നില്ല. ഉസ്താദിന് രോഗം ബാധിച്ചപ്പോ കോടിക്കണക്കിലുള്ള ജനങ്ങള് കണ്ണീരൊരുക്കിക്കൊണ്ട് ദുആ ചെയ്തു. ആ ദുആഇന്റെ മൂലം അൽഹംദുലില്ലാഹ് ശൈഖുന ഉസ്താദിനെ അല്ലാഹു നമുക്ക് തിരിച്ചേൽപ്പിച്ചത് നമുക്ക് മാത്രം വിജയമായിട്ടല്ല. ഓ എന്റെ ബെൽത്തങ്കടി താലൂക്കിലെ മഹല്ലത്തിലെ പ്രതിനിധികളെ, നമുക്ക് മാത്രമാണോ സന്തോഷമുണ്ടായത്? ഒരിക്കലുമല്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വിശ്രമം കഴിഞ്ഞതിന് ശേഷം അതാ മലേഷ്യയിൽ നിന്ന് അവിടുത്തെ ഭരണാധികാരികൾ അവർ മീറ്റിംഗ് ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയാണ്, നമ്മുടെ നാട്ടിലേക്ക് ആ സുൽത്താനെ കൊണ്ടുവരണം. നമ്മുടെ മലേഷ്യ ഗവൺമെന്റിന്റെ ഏറ്റവും ഉന്നതമുള്ള ഒരു പദവി, ഒരു പ്രശസ്തി അവിടത്തേക്ക് നൽകണം. അതിലൂടെ മലേഷ്യക്കാരായ ജനങ്ങൾ ബറക്കത്തുള്ളവരാകണമെന്ന് ആ നാട്ടിലുള്ളവർ പോലും അതിനെക്കുറിച്ച് ആഗ്രഹിച്ചു പോയെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇത്തരത്തിലുള്ള ഒരു പണ്ഡിതര് ഈ ലോക ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എല്ലാ ഭാഗങ്ങളിലും ശൈഖുന ഉസ്താദിനോടുള്ള മഹബ്ബത്ത് ഒഴുകി വരികയാണ്. അവിടുത്തെ അംഗീകാരത്തെ അംഗീകരിക്കുകയാണ്, അവിടുത്തെ പിന്തുണ അർപ്പിക്കുകയാണ്. എല്ലാ രാജാക്കന്മാർ, എല്ലാ ഭരണാധികാരികൾ ആ ശൈഖുരുടെ മുന്നിൽ പ്രജകളെ പോലെ നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ആരും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു ഇൽമു കൊടുത്ത മഹാന്മാർ അവർക്ക് ഉന്നതമായ പദവികളെ അല്ലാഹുവായ ഞാൻ ഉയർത്തിക്കൊടുക്കും. എത്ര സ്ഥാനങ്ങളാണ്, അതൊന്നും എണ്ണി തീർക്കാൻ കഴിയില്ല. യഥാർത്ഥ ഈമാനുള്ളവരും പാണ്ഡിത്യമുള്ളവരുമായ ഒരു ആലിം
ആലിമായി ഉയർന്നു വന്നാൽ അല്ലാഹു തആല ധാരാളം സ്ഥാനങ്ങൾ കൊടുക്കും. അതിന്റെ വ്യക്തമായ നിദർശനമാണ് ശൈഖുന ഉസ്താദ് എങ്കിൽ അവിടുന്ന് 15,000-ഓളം വരുന്ന സഖാഫി പണ്ഡിതന്മാർ. ഇങ്ങനെ എത്ര സ്ഥാപനങ്ങളാണ് നോളേജ് സിറ്റി എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ വിസ്മയം സൃഷ്ടിച്ചിട്ടുള്ള വിശ്വസംസ്ഥ വരെ അതിനെക്കുറിച്ച് പഠനം നടത്തുവാനും മർക്കസിലെ സിയോനെ വിളിച്ചുകൊണ്ട് പരിപാടി നടത്തേണ്ടി വന്നെങ്കിൽ അത്രയും വലിയ വിപ്ലവമായ സംഭവങ്ങൾക്ക് സാക്ഷിയാകാൻ മഹാനായ സുൽത്താൻ ഉസ്താൻ സാധിച്ചു എങ്കിൽ അത് അല്ലാഹു കൊടുത്ത പവറാണ്, അല്ലാഹു തആല കൊടുത്ത സ്ഥാനമാണ്. ഇത് ആലിമീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ആ മഹാനായ സുൽത്താൻ വരുന്ന സമയം നമ്മളൊക്കെ സന്തോഷത്തോടെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. മഹാനായ ഖുർറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദ് വഫാത്തായി പോകുമ്പോൾ നമ്മ അനാഥരാക്കിയില്ല. എല്ലാം കൊണ്ട് അനുഗ്രഹീതമായ ഒരു നേതൃത്വത്തെ കണ്ണ് മുമ്പിൽ കണ്ടതുപോലെ അവിടുന്ന് വഫാത്തായി പോയി. അതിവിടുന്ന് സത്യമായി പുലരുകയാണ്. സുൽത്താൻ ഉസ്താദ് നേതൃത്വത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനായ ടി.എച്ച്. ഉസ്താദായിരുന്നു ഇതിന്റെ ആദ്യത്തെ സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റ്. ബെൽത്തങ്കടി താലൂക്കിലെ എല്ലാ മഹല്ലത്തുകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് അന്ന് സംയുക്ത ജമാഅത്ത് രൂപീകരിച്ച് അന്ന് അതിന്റെ അധ്യക്ഷ പദവിയിൽ കയറിയത് മഹാനായ ടി.എച്ച്. ഉസ്താദായിരുന്നു. അല്ലാഹു ഉസ്താദിനെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ സംയുക്ത ജമാഅത്തുമായി പ്രവർത്തിച്ച് വഫാത്തായി പോയ ആരൊക്കെയുണ്ടോ അല്ലാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാവട്ടെ. എനിക്ക് ഖിയാമത്ത് ദിവസം വരെ ഇസ്സത്തോടെ ഈ കൂട്ടായ്മ അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.